ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ. തസ്മൈ ശ്രീ ഗുരവേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. രാമ 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 രാമപാദം ശരണി മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ആധ്യാത്മരാമായണം കിളിപ്പാട്ട് ഇന്ന് ചൊല്ലേണ്ടുന്നത് കർക്കിടകം 7-ാമത്തെ ദിവസമാണ്. അയോധ്യാകാന്ഡമാണ് ഇന്ന് വായിക്കാനുള്ളത്. നമുക്ക് ആദ്യമേ സ്തുതിക്കാം. 7-ാം ദിവസമാണ്, കർക്കിടകം 7. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ അഭിഷേക മുടക്കമാണ്. അതെല്ലാം അറിഞ്ഞപ്പോൾ ലക്ഷ്മണന് ദേഷ്യം കൂടി. ആചാര്യനായാലും ശിക്ഷ കൊടുക്കേണ്ടത് കൊടുക്കണം എന്നെല്ലാം പറഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീരാമൻ പുഞ്ചിരിച്ച് ആലിംഗനമൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ആ ലക്ഷ്മണൻ്റെ ദേഷ്യത്തെ അടക്കാൻ വേണ്ടി ഭഗവാൻ വളരെ ശ്രമിക്കും. നമുക്കതാണ് വായിക്കാൻ പോകുന്നത്. 7-ാമത്തെ ദിവസം, അതായത് ഭഗവാൻ ചന്ദ്രബിംബ ആനൻ എന്ത് ചൂടപ്രിയൻ. ഭഗവാന്റെ ചന്ദ്രനെ പോലത്തെ മുഖമായിരിക്കുന്ന ആ ഭഗവാൻ എന്ത് ചൂടപ്രിയൻ. മന്ദാര വൃന്ദ മന്ദാരത ആരൂപമൻ. അങ്ങനെയുള്ള ഭഗവാൻ, അതായത് ഭക്തന്മാർക്ക് കൽപ്പവൃക്ഷമാണ് പരമാത്മാവായ ശ്രീരാമൻ. അങ്ങനെയുള്ള ഭഗവാൻ ഈ ലക്ഷ്മണനോട് പറയുന്നു, വത്സ സൗമിത്രേ കുമാരാ നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ. നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും. നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ. യുക്തമതല്ലാകിൽ എന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം. വേഗേന നഷ്ടമാ ആയുസുമോർക്ക നീ. വന്നി സന്തപ്ത ലോകസ്ഥ അമ്പുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്ര അർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്ക നീ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ.
നദ്യാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരുധ്രുവം. സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പം ആയുസ്സു നിരൂപിക്ക ലക്ഷ്മണ. രാഗാതി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമം അതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു. ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന യാതപതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതു ഉദയശൈലോ ഉപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. യുദ്ധം അതിഭ്രമമുള്ളോർ ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ് പോകുന്നതേതും അറിവില്ല മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടു ജരാനരയും വന്ന് ചീർത്ത മോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്ക പുനരോർത്തറിയുന്നില്ല മായതൻ വൈഭവം. ഇപ്പോൾ ഇത് പകൽ, പിൽപ്പാടു രാത്രിയും, പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതി ഏതും അറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നും ഓരാകയാൽ ആമകുംഭാമ്പു സമാനം ആയുസുടൻ ആമകുംഭാമ്പു സമാനമാം ആയുസുടൻ അതേതും ധരിക്കുന്നതില്ല ആരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കും ഏവനും നിർണയം. വ്യാഘ്രിയെ പോലെ ജരയും അടുത്തു വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്ത് ഉള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. മാംസ രക്ത അസ്ഥി വെൺമൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോ നിതധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിയ നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന മോഹൈക ഹന്ത്രിയായുള്ളത് വിദ്യ കേൾ. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമ ക്രോധ ലോഭ മോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയ നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറിയ നീ. മാതാ പിതൃ പ്രാതൃ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം നൃണാം സംസാര ബന്ധനം. ക്രോധമല്ലോ നിജ കർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കണം ബുധജനം. ക്രോധമല്ലോ യമനായതോ നിർണയം. വൈതരണ്യാഖ്യയാകുന്നതോ തൃഷ്ണയും. സന്തോഷമാകുന്നതു നന്ദനം വനം. സന്തതം ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാൽ ഒരു ജാതിയും വരാ. ദേഹേ ഇന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ത മേലെ വസിപ്പത് ആത്മാവ് കേൾ. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവജഗന്മയം സർവൈക സാക്ഷിണം സർവജ്ഞം ഈശ്വരം സർവദാ ചേതസി ഭാവിച്ചു കൊള്ളുക നീ. സാരജ്ഞനായ നീ കേൾ സുഖദുഃഖം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം.
സാരജ്ഞനായ നീ കേൾ, സുഖദുഃഖതം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേ ഇന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായം ആചരിച്ചിടുക നീ വരൂ. കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാം ഈ ധരിച്ചു തൻ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെ ഒക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്ന് ആശു കളക നീ. മാനമല്ലോ പരമാപദാസ്പദം സൗമിത്രി തന്നോട് ഈ വണ്ണം അരുൾ ചെയ്ത് സൗമുഖ്യമോട് മാതാവോട് ചൊല്ലിനാൻ. സൗമിത്രി തന്നോട് ഈ വണ്ണം അരുൾ ചെയ്ത് സൗമുഖ്യമോട് മാതാവോട് ചൊല്ലിനാൻ. കേൾക്കണം അമ്മേ, തെളിഞ്ഞു നീ എന്നുടെ വാക്കുകൾ, ഏതും വിഷാദമുണ്ടാകൊല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത്, ആത്മാവിനെ അറിയാതവരെ പോലെ. സർവ്വലോകങ്ങളിലും വസിച്ചിടുന്ന സർവ്വജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി വാഴുക എന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനീ നീ കേവലം. ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തു ഉള്ളിൽ ഒന്ന് ഇച്ഛ എന്നാൽ അതിങ്ങിച്ഛയെന്നങ്ങ് ഉറച്ചിടണം അമ്മയും. അച്ഛൻ എന്തുള്ളിൽ ഒന്ന് ഇച്ഛ എന്നാൽ അതിങ്ങിച്ഛയെന്നങ്ങ് ഉറച്ചിടണം അമ്മയും. ഭർത്തൃ കർമ്മ അനുകരണമത്രേ പാതിവൃത്യ നിഷ്ഠ വധൂനാമെന്നു നിർണയം. മാതാവ് മോതാൽ അനുവദിച്ചിടുകിൽ ഏതുമേ ദുഃഖം എനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ, ഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും മാതൃപാദ അന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്ത് ഉത്സംഗ സീമനി ചേർത്ത് ആദരാൽ മൂർധനി ബാഷ്പ അഭിഷേകം ചെയ്ത് ചൊല്ലിനാൾ ആശീർവചനങ്ങൾ. ആശു കൗസല്യം ദേവകളോട് ഇരന്നിടിനാൾ. സൃഷ്ടികർത്താവേ വിരിച്ച പത്മാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തൻ മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദം ആർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. യുദ്ധം അർത്ഥിച്ചു തൽപുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ 7 സംവത്സരം കാനനെ വസിച്ചാരാൽ വരിയെന്ന് അനുവദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവം നത്വാ സകൽഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാൻ അനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്ന് നിന്നരുളപ്പാട് കേട്ടു തീർന്നു തുലോം. തൽക്ഷണേ രാഘവം നത്വാസ ഗൽഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാൻ അനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാട് കേട്ടു തീർന്നു തുലോം. തൊൽപാദ സേവാർത്ഥമായി ഇന്ന് അടിയന് ഇപ്പോൾ വഴിയെ വിടകൊള്ളുവനെന്നുമേ മോദാൽ അതിനായി അനുവദിച്ചിടണം. സീതാപതേ രാമചന്ദ്ര ദയാനിധേ പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലെങ്കിൽ ഏണാങ്ക തുല്യവതന രഘുപതേ എങ്കിൽ നീ പോന്നുകൊണ്ടാലുമെന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു. വൈദേഹി തന്നോട് യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗൃഹം പുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗന സസ്മിതമുത്ഥാനവും ചെയ്തു. കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ട് വാഞ്ചയാ തൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതു എന്തു കൃപാനിധേ. വാരണവീരനെങ്ങു മമ വല്ലഭ ഗൗരാതപത്രവും താലവൃന്ദാദിയും
ശ്യാമരതൊന്തുവും വാദ്യഘോഷങ്ങളും ശാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞ് അതിരോമാഞ്ചമോട് എഴുന്നള്ളിയതെന്തയ്യോ. യുദ്ധം വിദേഹാത്മജ വചനം കേട്ട് പൃഥ്വീപതി സുതൻ താനും അരുൾ ചെയ്തു. തന്നിതൂ ദണ്ഡകാരണ്യ രാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറിയടോ. ഞാൻ അത് പാലിപ്പതിനാശു പോകുന്നു. മാനസേ ഖേദം ഇളച്ചുവാണിയിടുക. മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്ത് സുഖേന വസിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളം ആസ്ഥയുണ്ടല്ലോ ഭവാന് പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതിന് ഇന്ന് തോന്നിടുവാൻ എന്തൊരു കാരണം? മന്നവൻ താനല്ലയോ കൗതുകത്തോട് ഇന്നലെ രാജ്യ അഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊൽക ഭർത്താവേ വിരവോട് വൃത്താന്തം എത്രയും ചിത്രം ഓർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തന്യകുല മൗലിമാലികയെ കേൾക്ക നീ. മന്നവൻ കേകയപുത്രിയ അമ്മയ്ക്ക് മുന്നമേ 2 വരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ അസുരയുദ്ധത്തിൽ അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ. ഒന്ന് ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും. സത്യവിരോധം വരുമെന്ന് തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശു വരവും കൊടുത്തിതു താതൻ. അതുകൊണ്ട് ഞാനിന്ന് പോകുന്നു. ദണ്ഡകാരണ്യെ 14 വത്സരം ദണ്ണമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീ അതിനേതും മുടക്കം പറകൊല്ല. മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. രാഘവനിദ്ധം പറഞ്ഞതു കേട്ടൊരു ശശിമുഖി താനും അരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ല, ഒന്നുകൊണ്ടും ഭവാൻ എന്ന് ധരിക്കണം. കാകൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് ചൊല്ലിടിനാൻ. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്? തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹ വ്യാഘ്ര സൂകര സൈരഭി വാരണ വ്യാള ഭല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ട് ഭയമാം നമുക്കെല്ലാം. നാരീ ജനത്തിനെല്ലാം വിശേഷിച്ച് ഒട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടോ. മൂലഫലങ്ങൾ കഡ്വ അമ്ല കഷായങ്ങൾ ബാലെ പുരിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജനാപൂപ അന്നപാനാദി സന്മധു ക്ഷീരങ്ങളെല്ലൊരു നേരവും. നിർമ്മല വ്യഞ്ജനാപൂപ അന്നപാനാദി സന്മധു ക്ഷീരങ്ങളിൽ ഒരു നേരവും. നിമ്നോ ഉന്നത ഗുഹാഗഹ്വര ശർക്കര ദുർമാർഗം എത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയും അറിയാവതല്ല ആരെയും കാണുവാനുമില്ല അറിഞ്ഞിടുവിൻ. ശീതവാതാതപപീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാലൊട്ടും പൊറുക്കയിൽ ആർക്കും അറിയടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചെങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം. ശ്രീരാമവാക്കു കേട്ടൊരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ. നാഥ, പതിവ്രതയാം ധർമ്മപത്നി ഞാൻ. ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ല ദയാനിധേ. പാദശുശ്രൂഷാവ്രതം മുടക്കായമേ. നിന്നുടെ സന്നിധോ സന്തതം വാണിടുവെന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ? വല്ലതും മൂലഫല ജല ആഹാരങ്ങൾ വല്ലഭോ ഉച്ഛിഷ്ടം എനിക്ക് അമൃതോപമം. ഭർത്താവ് തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമോർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ മൂല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമാ നീ വെടിഞ്ഞിടൊല. ഏതുമേ പീഡയുണ്ടാകയില്ല എൻ മൂലം ഭീതിയും ഏതുമേ എനിക്കില്ല ഭർത്താവേ. കച്ചിദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ച് എന്നോട് പണ്ടരുളി ചെയ്തു. ഭർത്താവിനോട് വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്ക് സംശയമില്ലേതും. ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നിതു സത്യം. അത് ഇനി ഒന്ന് ചൊല്ലിയിടുവൻ.
ഇത്തം പുരയുവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യം, അത് ഇനിയും ഒന്ന് ചൊല്ലിടുവൻ. രാമായണങ്ങൾ പലതും കവിവര ആമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. രാമായണങ്ങൾ പലതും കവിവര രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിന് എന്ന് പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട് രണ്ടും ഒന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണ അവസാന കാലത്തും പിരിയുമോ. എന്നിരിക്കെ എന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നും എൻ പ്രാണപരിത്യാഗം ചെയ്യുവാൻ ഇന്നു തന്നെ നിന്തിരുടി തന്നാണേ. പാണിഗ്രഹണ മന്ത്രാർത്ഥം ഓർക്കണം, പ്രാണ അവസാന കാലത്തും പിരിയുമോ. എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നും എൻ പ്രാണ പരിത്യാഗവും ചെയ്യുവാൻ ഇന്നു തന്നെ നിന്തിവിടെ തന്നാണേ. എന്നിങ്ങനെ ദേവി ചൊന്നത് കേട്ടൊരു പന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ, സങ്കടം ഇന്നിത് ചൊല്ലി ഉണ്ടാകേണ്ട. ദാനം അരുന്ധതിക്കായി കൊണ്ട് ചെയ്യുക നീ ജാനകി, ഹാരാദ്യ ഭൂഷണമൊക്കവേ. യുദ്ധം അരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട്, പൃഥ്വീസുരോത്തമന്മാരെ വരുത്തുക അത്യാദരം അരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി. കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോളം ആദരാൽ സത്വൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായ കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്ക് സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നുടെ സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജ അന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവ നായകൻ ആശീർവചനവും ചെയ്തു. താപസന്മാരും ദ്വിജന്മാരും പെയ്തിടുന്നത് അശ്രുകണങ്ങളും. ജാനകി ദേവിയും അൻപോട് അരുന്ധതിക്ക് ആനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണ വീരൻ സുമിത്രയാം അമ്മയെ തൽക്ഷണി കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്ത് സമാശ്ലേഷവും ചെയ്ത് നന്നായി അനുഗ്രഹം ചെയ്തു തനയന്. പിന്നെ ഉപദേശവാക്കും അരുൾ ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോൾ അഗ്രേ നടന്നുകൊള്ളണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്ന ഉള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളേണം. എന്നെ ജനകാത്മജ എന്നുറച്ചുകൊൾ. പിന്നെ അയോധ്യ എന്നോർത്തിയുടെ അടവിയെ മായാവിഹീനം ഈ വണ്ണം ഉറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ട് ആദരവോട് തൊഴുതു സൗമിത്രിയും തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ട് ചെന്നു രാമ അന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യ കളേബരൻ രാഘവൻ ദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗത് അഭിരാമൻ ആത്മാരാമൻ അംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താത ആലയം പ്രതി പോകുന്ന നേരത്ത് സാദം കലർന്നൊരു പൗരജനങ്ങളും പാദശാരേണ നടക്കുന്ന അത് കണ്ട് ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ ഹാ, കഷ്ടമെന്തിങ്ങനെ വന്നതോ ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടക നിമ്നോ ഉന്നത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിന് കാഠിന്യമേകുന്ന മുഗ്ധ മൃദുതര സിഗ്ധ പാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കുന്ന കൽപ്പിച്ച പ്രതീക്ഷ ചിത്തം കഠോരമത്രേ തുലോം. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിൽ ആർക്കുമില്ല ഇന്നലെയോളവും. ഇന്നിത് തോന്നുവാൻ എന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും. കേകയപുത്രിക്കു 2 വരം നൃപനേകിനാൻ പോൽ. അത് കാരണം രാഘവൻ പോകുന്നിതു വനത്തിനു. ഭരതനും വാഴകന്ന് വന്നുകൂടും ധാരാമണ്ഡലം. നാം എങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ. ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സാമോദമേവം അരുൾ ചെയ്ത നേരം
രാമസീതാ രഹസ്യം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ആരുമേ, കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു, താമരസാക്ഷനാം ആദിനാരായണൻ. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു, താമരസാക്ഷനാം ആദിനാരായണൻ. ലക്ഷ്മണനായത് അനന്തൻ ജനകജാലക്ഷ്മി ഭഗവതി. ലോകമായ മായാ ഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നത് ആത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു. സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണു രൂപം പൂണ്ട് നിത്യവും രക്ഷിച്ചു കൊള്ളുന്നത് ഈശ്വരനാദിനജൻ പരമാത്മാവ് സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും. വൈവസ്വതമനു ഭക്തി പ്രസന്നനായി ദേവൻ മകര അവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്ന് വേധാവിനാക്കി കൊടുത്തത് ഈ രാഘവൻ. പാദോനിധി മഥനെ പണ്ടു മന്ദരം പാതാള ലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ട് പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചത് ഈ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്ന് കൃഷ്ടിയായി തേറ്റമേൽ മുക്ഷോണിയെ പൊങ്ങിച്ചു. കാരണവാരധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകും ഈ രാഘവൻ. നിർഹ്ലാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ഘോരനായൊരു ഹിരണ്യകശിപു തൻ വർഷപ്രദേശ പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരം അർച്ചിക്ക കാരണം. എത്രയും കാരുണ്യമോട് അവൾ തന്നെ പുത്രനായി ഇന്ദ്ര അനുജനായി പിറന്ന അതിഭക്തനായൊരു മഹാബലിയോട് ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി തരുത്തുവാൻ നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ. ധാത്രി സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രിവരനായ രാഘവനാം ഇവൻ. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രി സുതവരനായി പിറന്നിടിനാൻ. ധാത്രിയിപ്പോൾ ദശരഥപുത്രനായി ധാത്രി സുതവരനായി പിറന്നിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ധാത്രി സുതവരനായി പിറന്നിടിനാൻ. രാത്രിയും ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രി ഭാരം തീർത്ത് ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണം മാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിന് ദേവഹിതാർത്ഥം. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിന് ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന് അതിൻ കാരണം മന്ധരയല്ല കൈകേകിയല്ല ആരും ഭ്രമിക്കായ രാജാവുമല്ലല്ലോ വിഷ്ണു ഭഗവാൻ. ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയ കാരണി തന്നോട് പുഷ്ടപ്രമോദം പുറപ്പെട്ടത് ഇന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോട് രാഘവൻ താനും അരുൾ ചെയ്തു. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ ഇന്ന് വിഷാദം കളവിനെല്ലാവരും. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ ഇന്ന് വിഷാദം കളവിനെല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ആരുമേ രാമേതി ജപിപ്പിനെല്ലാവരും. രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ ഇന്ന് വിഷാദം കളവിനെല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ആരുമേ രാമ രാമേതി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്തിന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേ അല്ല കൈവല്യവും സിദ്ധിക്കും ഏവനും എന്നതു നിർണയം. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്തിന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല അതേ അല്ല കൈവല്യവും സിദ്ധിക്കും ഏവനുമെന്നതു നിർണയം. ദുഃഖ സൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാ രഘുസത്തമൻ ന്യൂന അതിരേക വിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിന് എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? നിഷ്കളൻ നിർഗുണാത്മാ രഘുസത്തമൻ ന്യൂന അതിരേക വിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിൽ എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലേ. പങ്ക്തിരഥ അഭീഷ്ട സിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിന് ആയി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ. മനുഷ്യനായി ഈശ്വരൻ രാമ സീതാ രഹസ്യം മുഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്ക് എല്ലാം രാമദേവങ്കലുറച്ചൊരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. രാമവിഷയം ഈ വണ്ണം അരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ. വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ. പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും. പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും. താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാൽ എഴുന്നള്ളി. പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും. താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാൽ എഴുന്നള്ളി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം ഹരി ഓം ഹരി ഓം.